ശംഖുമുഖം ദേവിദാസൻ എന്ന പൂജാരിക്ക് കൊലപാതകവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് പോലീസ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പൂജാരിയെ കസ്റ്റഡിയിലെടുക്കുകയും ഒപ്പം തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. പ്രധാനമായും ഏതെങ്കിലും തരത്തിൽ ഇയാൾ ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഈ ശ്രീധുവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പൂജാരിയിലേക്ക് കൂടി അന്വേഷണം എത്തുന്നത് എന്നതാണ്. ഈ ശ്രീധു പറഞ്ഞത് പ്രകാരം ശ്രീധുവും സഹോദരനായ ഹരികുമാറും ഈ വീട്ടിലേക്ക് ഇടയ്ക്ക് എത്താറുണ്ടായിരുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ എന്താവശ്യത്തിനാണ് ഇവിടെ എത്താറുള്ളത്? ഇയാൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്ക് നൽകിയ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഉപദേശമോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നത് തന്നെയായിരിക്കും അന്വേഷണ സംഘം പരിശോധിക്കുകയും ചെയ്യുക. ഇയാളുടെ വീട്ടിലെത്തിയാലും നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകളും അത്തരത്തിൽ തന്നെയാണ്. ഇയാൾ പ്രധാനമായും പൂജയടക്കം നടത്താറുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. വീടിനകത്തുള്ള മറ്റൊരു ഇടമാണ് ഈ കാണുന്നത്. അതിനകത്തും ഒരു യാഗ നടത്തുന്ന ചില തറകൾ കാണാം. അത്തരത്തിൽ കുഞ്ഞു കോവിൽ പോലെ ഉണ്ടാക്കിയതായുള്ള ചില കാര്യങ്ങളും അകത്ത് തന്നെ കാണാൻ കഴിയും. ഇവിടെ നിരന്തരമായി പൂജ നടക്കാറുണ്ട് എന്നതാണ് നാട്ടുകാർ പറയുന്നത്. പ്രധാനമായും നാട്ടുകാർ ഇവിടെ പോകാറില്ല, അതായത് നാട്ടുകാർ ഇവിടെ എത്താറില്ല. പക്ഷേ പകരം മറ്റ് ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെയും ആളുകൾ ഇവിടേക്ക് എത്താറുണ്ട് എന്നുള്ളതാണ്. വഴി ചോദിച്ചൊക്കെ വരാറുണ്ട് എന്നതാണ് നാട്ടുകാർ പറയുകയും ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നിരവധി ദേവീ ചിത്രങ്ങളടക്കം ഓരോ ഭാഗത്തായി വെച്ചിട്ടുണ്ട്. വീട്ടിൻ്റെ തൊട്ടുമുറ്റത്തായി തന്നെ ഒരു യാഗത്തറയും കാണാൻ കഴിയുന്നുണ്ട് എന്നതാണ്. ഇവിടെ മറ്റു പൂജകളടക്കം നടക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ്. ഇന്ന് രാവിലെ അടക്കം വിളക്ക് വെച്ചതിനുള്ള സൂചനകളൊക്കെ തന്നെയും ഈ വീട്ടിൽ കാണാനും കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നോക്കുമ്പോൾ ഇതിലേതെങ്കിലും തരത്തിൽ ഇതൊക്കെ തന്നെയും ഈ പൂജയുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണോ എന്നത് തന്നെയാണ് അന്വേഷണ സംഘം പരിശോധിക്കുകയും ചെയ്യുന്നത്. ഇതാണ് ഈ പൂജാരിയുടെ വീട്. ഇയാളുടെ പേര് പ്രദീപ് എന്നായിരുന്നു. കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് ട്യൂട്ടോറിയലിലെ അധ്യാപകനായിരുന്നു ഇയാൾ. അതിനുശേഷം മുട്ട കച്ചവടവുമൊക്കെയായി പോവുകയായിരുന്നു എന്നതാണ് പറയുന്നത്. അതിനുശേഷം ഈ പറയുന്നത് പോലെ പ്രഭാഷണമൊക്കെയായി തന്നെ പോവുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ഈ പൂജയും ജ്യോത്സ്യനുമായൊക്കെ തന്നെയും മാറുകയും ചെയ്യുന്നത്. ഈ പൂജയൊക്കെ നടക്കുന്നത് അങ്ങനെയാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നതൊക്കെ തന്നെയും പ്രസാദമാണ്. അതായത് ഇന്ന് രാവിലെ പൂജയ്ക്ക് ശേഷം തയ്യാറാക്കിയ പ്രസാദമാണ്. അതിനിടെയായിരുന്നു ഈ പൂജാരിയായ ദേവിദാസനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇനി മനസ്സിലാക്കാനുള്ളത് ഈ ദേവിദാസന് എങ്ങനെയാണ് ഇതിൽ ബന്ധപ്പെടുന്നത് എന്നത് തന്നെയാണ്. ഏതായാലും ശ്രീധുവിനെയും ദേവിദാസനെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് തന്നെ ഈ ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. ഈ ശ്രീധു പറയുന്നത് പോലെ 30 ലക്ഷം രൂപ ഇയാൾ എടുത്തിട്ടുണ്ടോ, അങ്ങനെയെങ്കിൽ എന്തിന് എന്നത് അടക്കമുള്ള ചോദ്യങ്ങൾ ബാക്കിയാണ്. അതൊക്കെ തന്നെയും അന്വേഷണ സംഘത്തിൻ്റെ ചോദ്യം ചെയ്യലിൽ വ്യക്തമാകുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്.